വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും സെമൻ പുറത്തേക്ക് പോകുന്നത്. ഒരുപാട് പേര് പറയുന്നത് ചേച്ചി ഇജാക്കുലേഷൻ കഴിഞ്ഞ് അകത്തേക്ക് പോയാലും മുഴുവനും പുറത്തേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. നോർമലി ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് സെമൻ പുറത്തേക്ക് വരുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ക്വാളിറ്റി കുറഞ്ഞത് ലാസ്റ്റ് ഇജാക്കുലേറ്റ് ചെയ്ത് അകത്തേക്ക് പോകുന്നത് ചിലപ്പോൾ ക്വാളിറ്റി കുറവുള്ളതുണ്ടാകും, അതായിരിക്കും പുറത്തേക്ക് വരുന്നത്. ക്വാളിറ്റി ഉള്ളതെല്ലാം അകത്തേക്ക് കയറി പോവുകയും ചെയ്യും. നമ്മൾ കാണുന്ന ആ ഒരു ഇച്ചിരിയുള്ള ഒരു സെമനിൽ ഒരുപാട് മില്യൺസ് ഓഫ് സ്പേം സെൽസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന അത്രയും അല്ല തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ അകത്തേക്ക് പോകുന്ന അത്രയും അല്ല തിരിച്ചിറങ്ങി പുറത്തേക്ക് പോരുന്നത്. അത് വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ പുറത്തേക്ക് പോരുന്നുള്ളൂ. അപ്പോൾ പലരും അതൊന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ഹിപ്പിനടിയിൽ പില്ലോ വെക്കാറുണ്ട്, നമ്മുടെ ഇടുപ്പിനടിയിൽ പില്ലോ വെക്കാറുണ്ട്. മറ്റു ചില ആളുകൾ എന്ന് പറയുമ്പോൾ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ചെയ്യാറുണ്ട്. കുറച്ച് ആളുകൾ ബെഡിൽ അതേപോലെ തന്നെ കിടക്കാറുണ്ട്. കുറച്ച് പേര് കാലൊന്ന് ചേർത്ത് വെച്ചിട്ട് കിടക്കാറുണ്ട്. അതിനുശേഷം ഒരു 15 മിനിറ്റൊക്കെ അങ്ങനെ തന്നെ കിടന്നിട്ട് എഴുന്നേറ്റ് വാഷ് ചെയ്തിട്ട് കിടന്നുറങ്ങുകയാണ് പലരും ചെയ്യാറുള്ള കാര്യം. എന്നിട്ടും കംപ്ലൈന്റ് പറയുന്ന ഒരുപാട് പേരുണ്ട്, ചേച്ചി സെമൻ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സെമൻ പുറത്തേക്ക് ഇനി പോരില്ല. അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ലാസ്റ്റത്തെ ആ ഒരു തുള്ളി സെമൻ സ്പേമിനെ വരെ നശിപ്പിച്ച് കളയാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു ട്രിക്കിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കത് എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നാണ് മെൻസ്ട്രൽ കപ്പ്. ഇന്നത്തെ ആ ഒരു സിറ്റുവേഷനിൽ പലരും തന്നെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം പാഡിനെ അപേക്ഷിച്ച് കുറേയും കൂടി കംഫർട്ടബിൾ ആണ്. നമുക്ക് പീരിയഡ്സ് ആണെന്നുള്ള കാര്യം നമ്മൾ പോലും ഓർക്കാത്ത രീതിക്ക് നമുക്ക് മുൻപോട്ടേക്ക് പോകാനായിട്ട് പറ്റും. മെജോറിറ്റി ആളുകൾ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പീരിയഡ്സ് എങ്ങനെയാണ്, എത്രത്തോളം ഫ്ലോ ഉണ്ട്, ബ്ലഡിന്റെ കളർ എന്താണ്, ഇങ്ങനെയുള്ളതെല്ലാം കറക്റ്റായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ട് പ്രഗ്നന്റ് ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. ഇത് പറയുന്നത് ഞാനല്ല കേട്ടോ, ഒരുപാട് സ്റ്റഡീസ് നടത്തി തെളിയിച്ച കാര്യമാണത്. അതായത് ഒരുപാട് സ്റ്റഡീസ് നടത്തി കഴിയുമ്പോഴേക്കും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിനൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. നാഷണൽ വുമൻസ് ഹെൽത്ത് നെറ്റ്വർക്കിന്റെ ഒരു ആർട്ടിക്കിൾ ആയിരുന്നു വായിച്ചത്. ക്യാൻ യൂസിങ് എ മെൻസ്ട്രൽ കപ്പ് ഹെൽപ്പ് യു ടു ഗെറ്റ് പ്രഗ്നന്റ്? അതായിരുന്നു അവിടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യന് വിദഗ്ധര് അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു ആ ഒരു റിസർച്ചിന്റെ ഏത് പേജിലാണ് ഞാൻ കണ്ടതെന്നുള്ള ഒരു സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുത്തേക്കാം കേട്ടോ. ഈ സ്ക്രീൻഷോട്ട് നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കിട്ടും. ഞാൻ തട്ടിക്കൂട്ടി എടുത്തതല്ല, ഒറിജിനൽ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇവിടെ പറയുന്നത് ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ വജഗിനിയിൽ നിന്നും അകത്തേക്ക് കയറി സെർവിക്സിന്റെ ഭാഗത്തായിട്ട്, സെർവിക്സിന്റെ ആ ഒരു ഓപ്പണിങ്ങിന്റെ ഭാഗത്തായിട്ടാണ് മെൻസ്ട്രൽ കപ്പ് നമ്മൾ പ്ലേസ് ചെയ്ത് വെക്കുന്നത്. യൂട്രസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ബ്ലഡിനെ ഫുള്ളായിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ മെൻസ്ട്രൽ കപ്പ്. അപ്പോൾ ഇജാക്കുലേഷൻ സംഭവിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ തിരിച്ച് അകത്തേക്ക് പോയിട്ടുള്ള സെമൻ താഴേക്ക് വരാതെ, അതായത് നമ്മുടെ വജൈനയുടെ അങ്ങോട്ടേക്ക് വരാതെ സെർവിക്സിന് അവിടെ തന്നെ സ്റ്റോർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. സെർവിക്സിനകത്ത് തന്നെ സ്റ്റോർ ആകുമ്പോഴേക്കും ഇതിന് മൂവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാനായിട്ടുള്ള കുറേയും കൂടി ഒരു സിറ്റുവേഷൻ നമ്മളിവിടെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നാണ് ആ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് 100% റിസൾട്ട് തരുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ക്വാളിറ്റി ഉള്ള സെമൻ അതിനോടകം ഇജാക്കുലേഷൻ സംഭവിച്ച് അതിനോടകം തന്നെ ട്രാവൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും. പിന്നെ ലാസ്റ്റത്തെ ആ ഒരു ഡ്രോപ്പ് വരെ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. കാരണം സെർവിക്സിനകത്തേക്ക് ഇതിങ്ങനെ സ്റ്റോർ ആയിട്ട് വെക്കുമ്പോഴേക്കും ഇതിനൊരു മൂവിങ് ഉണ്ടാവുമല്ലോ. നമ്മുടെ ശരീരത്തിനകത്ത് ഇത് 5 ദിവസം വരെ നിലനിൽക്കുമ്പോഴേക്കും ഇതിനൊരു മൂവിങ് അവിടെ ഉണ്ടാകും. അങ്ങനെ മൂവ് ചെയ്ത് പോകുമ്പോൾ ചിലതൊക്കെ അങ്ങനെ എന്താ പറയുക, നമ്മൾ ഓരോ വീഡിയോസൊക്കെ ഇൻസ്പിറേഷണൽ വീഡിയോസ് ഒക്കെ കാണില്ലേ, ലാസ്റ്റ് തോറ്റു പോകുമെന്ന് വിചാരിക്കുന്ന ആളായിരിക്കും ചിലപ്പോൾ സ്ട്രഗിൾ എടുത്ത് മുൻപോട്ടേക്ക് വന്ന് ജയിക്കുന്നത്, ഒരു ഫിനിഷിംഗ് പോയിന്റിലോട്ട് എത്തുന്നത്. അതുപോലെ ഒരു സ്ട്രഗിളോ ഒരു മാജിക്കോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുമെന്ന് പലരും സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മെൻസ്ട്രൽ കപ്പ് നൗഡേയ്സ് ഇപ്പോൾ ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന കാര്യമാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ വേദന ഉണ്ടാകുമോ എന്നൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നവരാണ് പലരും തന്നെ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഒരു ഈസി ആയിട്ടുള്ള ഒരു ടിപ്പ് ഞാൻ പറയാം കേട്ടോ.
ഞാനിപ്പോൾ ഒരു 4-5 മാസമായിട്ടുള്ളൂ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ട്. ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ഈ കപ്പ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരു തവണ ഞാൻ ഇൻസേർട്ട് ചെയ്ത് നോക്കി, എൻ്റെ മനസ്സ് അതുമായിട്ട് പൊരുത്തപ്പെടാത്തത് കൊണ്ട് എനിക്ക് ഇൻസേർട്ട് ആയില്ല എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മെൻസ്ട്രൽ കപ്പ് പിന്നെ ഞാനിപ്പോൾ ഒരു 2-3 മാസമായിട്ടുള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട്. ഓരോ പീരീഡ്സിന് ഞാൻ മെൻസ്ട്രൽ കപ്പാണ് ഉപയോഗിച്ചത്. ഇത് പല രീതിക്ക് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഞാൻ ആ കപ്പ് എടുത്തിട്ട് നടുക്കൊരു ഇങ്ങനെ കുഴി പോലെ ആക്കിയിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ സമയത്ത് ഫസ്റ്റ് ടൈം നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഉണ്ടാകും. ആ ഒരു സാധനം അവിടെ ഇരിപ്പുണ്ടല്ലോ എന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും, ഇതകത്തേക്ക് കയറി പോകുമെന്ന് നമുക്ക് തോന്നും. അങ്ങനെ പല പല ഡിഫിക്കൽട്ടീസ് നമുക്ക് ഉണ്ടാകും. പെയിനും നമുക്ക് ചെറുതായിട്ടുണ്ടാകും. പക്ഷേ അടുത്ത തവണയെ നമ്മൾ തോറ്റു കൊടുക്കാനായിട്ട് പാടില്ല. നമ്മൾ സ്ത്രീകളല്ല, നമ്മൾ ഒന്നിനും തോറ്റു കൊടുക്കാൻ പാടില്ലാത്തവരാണ്. അടുത്ത തവണയെ നമ്മൾ ഇത് തന്നെ നോക്കുക. പാഡിലോട്ട് നമ്മൾ തിരിഞ്ഞു പോലും നോക്കരുത്. എന്നിട്ട് നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് നോർമലി നിങ്ങൾ ഇരിക്കുന്നത് പോലെ, ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്നത് പോലെ ആ ഒരു പൊസിഷനിൽ വേണം. നമ്മൾ മാലാസന യോഗക്കൊക്കെ ഇരിക്കില്ലേ, ആ ഒരു പോസിൽ വേണം നിങ്ങൾ ഇതിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പോർഷൻ ഉള്ളിലോട്ട് ഇങ്ങനെ താത്തിയിട്ട് അപ്പോൾ നമുക്കൊരു കൂർത്തൊരു പോർഷൻ പോലെ നമുക്ക് കിട്ടും. അത് ആ ഒരു ഹോള് കണ്ടുപിടിച്ചിട്ട് പയ്യെ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ വയറ്റിന് പോകാൻ നേരത്ത്, മോഷൻ പോകാൻ നേരത്ത് സ്മൂത്ത് ആയിട്ട് പോകാണ്ടാകുമ്പോൾ നമ്മളൊന്ന് പുഷ് ചെയ്യില്ലേ, ഒരു പുഷിങ് എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യില്ലേ, നമ്മൾ ഒന്ന് ബലം പിടിക്കുന്ന ആ ഒരു പുഷിങ് എഫക്റ്റ്. ഈ പുഷ് നിങ്ങൾ ചെയ്യുമ്പോഴേക്കും താഴെ നിങ്ങൾക്കത് ഫീൽ ചെയ്യണം. അങ്ങനെ ഒരു എഫക്റ്റിൽ നിങ്ങൾ പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഓപ്പൺ ആകും. 100% അവിടെ വികസിക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് പയ്യെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. സ്മൂത്ത് ആയിട്ട് ഇത് കയറിപ്പോവും. പിന്നെ ഒന്ന് നമ്മൾ പുഷ് ചെയ്യുന്ന പോലെ, അതായത് നമ്മുടെ താഴത്തെ ഭാഗം, പെൽവിസിന്റെ ഭാഗം ഒന്ന് അമർത്തുന്നത് പോലുള്ള എഫക്റ്റിൽ നിങ്ങൾ അങ്ങോട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴേക്കും പിന്നെയും നല്ല സ്മൂത്ത് ആയിട്ട് നിങ്ങളുടെ കയറി പോയിക്കോളും. കയറിയിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നത് നല്ലതുപോലെ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് ജസ്റ്റ് ഇങ്ങനെ ഒരു ഫീലിംഗ്, നമുക്കൊരു സൗണ്ട് നമുക്ക് വരില്ലേ, അതുപോലുള്ളൊരു എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതങ്ങനെ കയറിയിട്ട് പയ്യെ നിങ്ങൾ ആ ഒരു സാധനം, ആ ഒരു താഴെയായിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്ക് പോലെ ഉണ്ടാവുമല്ലോ, അതിനൊന്ന് പയ്യെ നിങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പൊസിഷനിൽ തന്നെ ഇതെത്തും. ആദ്യത്തെ തവണ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് പേടി ഉണ്ടാകും. പക്ഷെ നമ്മൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 100% കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. ഇത് നിങ്ങൾക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് നിങ്ങൾക്കത് നല്ലതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. പീരിയഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് സെമൻ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. കോണ്ടാക്ട് കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾ ഈ മെത്തേഡ് ചെയ്യുമ്പോൾ ഒരു 15 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾ ബെഡിൽ അതുപോലെ തന്നെ നീണ്ടു നിവർന്ന് കിടക്കുക. അതിനുശേഷം ആ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുന്നേറ്റിട്ട് ആ ഒരു ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന പൊസിഷനിൽ ഇരുന്നിട്ട് ഇൻസേർട്ട് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. സ്ട്രെസ് ഇല്ലാതെ 100% ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരിക്കുക. അപ്പോഴേ നിങ്ങളുടെ മൈൻഡ് ഇതുമായിട്ട് പൊരുത്തപ്പെടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി എത്ര നേരം ഇത് ശരീരത്തിൽ വെക്കണമെന്ന് നോക്കാം. ഒരു 2-3 hours മാക്സിമം നിങ്ങൾ വെച്ചാൽ മതിയായിരിക്കും. ഇപ്പോൾ നിങ്ങൾ രാത്രിയാണ് കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ, കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഉടനെ തന്നെ കിടന്നുറങ്ങാനായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങളിത് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് രാവിലെ ഇത് റിമൂവ് ചെയ്താലും മതി, പ്രശ്നമില്ല. കാരണം അത്രയും ടൈം ഇതിന് കിട്ടുമല്ലോ, പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾ ചെയ്താലും മതി. പിന്നെ ആ കപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് അവിടെ കിടക്കുന്നുണ്ടാകും. അത് ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. തീരെ ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ളതും നിങ്ങളുടെ വജൈന ഡിസ്ചാർജും കൂടി ചേർന്നിട്ടുള്ളതായിരിക്കും ആ പുറത്തേക്ക് പോരുന്നത്. അത് കണ്ടിട്ട് നിങ്ങൾ മുഴുവനും പിന്നെയും പുറത്തേക്ക് പോകുന്നു ചേച്ചിയെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതേസമയം നിങ്ങൾ മോർണിംഗ് ടൈമിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ആ കോണ്ടാക്ട് കഴിഞ്ഞിട്ട് 2-3 hours, 2 hours എങ്കിലും മാക്സിമം നിങ്ങളത് വെക്കുക. അതിനുശേഷം അത് റിമൂവ് ചെയ്ത് മാറ്റുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ എല്ലായ്പ്പോഴും ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോരുന്നു എന്ന് പറയുന്നവർ ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലൈവ് ആയിട്ടുള്ള ഡെമോ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇൻസേർട്ട് ചെയ്യുന്ന ഒരു രീതി എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ച് കൃത്യമായിട്ട് തരാം കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും.
അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.